എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പലതരത്തിൽ പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഫ്രൂട്ട്സൊക്കെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് പ്ലം കേക്ക് ഉണ്ടാക്കും. പക്ഷേ ഞാനിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സും നട്ട്സും ഒന്നും സോക്ക് ചെയ്യാതെ പക്ഷേ അതേ ടേസ്റ്റിൽ തന്നെയുള്ള ഒരു പ്ലം കേക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും ഇത് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതിന്ന് ഉണ്ടാക്കി നോക്കുക. 2-3 ദിവസം മുമ്പേയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം, ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, പിന്നെ ഉണക്കമുന്തിരി, പച്ചയും കറുപ്പും, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരി എടുക്കുമ്പോൾ നമ്മൾ സീഡ്ലെസ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അഥവാ സീഡുള്ളതാണെങ്കിൽ അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക. പിന്നെ ഇത് കഴുകി ഉണക്കിയെടുക്കണം, അതും ശ്രദ്ധിക്കണം. ഇതെല്ലാം വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും മാത്രം എടുത്താൽ മതി. അഥവാ മുന്തിരി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം എടുക്കുക. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് വേണം. ഇതുപോലെയുള്ള ഓറഞ്ച് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, ഒരുപാട് ജ്യൂസ് കിട്ടും. ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണം. അതായത് വൈറ്റ് പോർഷൻ ഇല്ലാതെ ആ യെല്ലോ പോർഷൻ മാത്രം മുകളിൽ നിന്നൊന്ന് ചെത്തി 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ ജ്യൂസ് എടുത്തൊന്ന് വയ്ക്കണം. വൈറ്റ് പോർഷൻ വന്നു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും, അതുകൊണ്ടാണ് യെല്ലോ മാത്രം എടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് കേക്കിന് നല്ലൊരു കളർ കിട്ടാനും ടേസ്റ്റ് കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വിതറിയിടുക, സ്പ്രെഡ് ചെയ്തിടണം. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഉരുകി വരുന്ന സമയത്ത് മാത്രം അതിനകത്ത് സ്പൂൺ ഇടുക. പിന്നീട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കാക്കി വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇങ്ങനെ സിമ്മിലാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഫുള്ള് ഉരുകി ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കാരമലൈസ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ ചൂടുവെള്ളം കൂടി ഉണ്ടാക്കുക. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തേക്ക് തെറിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. മാത്രമല്ല ഇതൊന്ന് കട്ട പിടിക്കാനുള്ള ചാൻസും കുറവായിരിക്കും. കാരമൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർക്കണം. 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ചേർക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവാണ് ഞാൻ എല്ലാത്തിലും പറയുന്നത്. അഥവാ 250 ml കപ്പ് നിങ്ങൾക്ക് അളക്കാനില്ല എങ്കിൽ വലിയൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് എല്ലാ അളവും ആ ഒരു ഗ്ലാസ്സിന് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് പൊടിച്ചതിടണം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ജാതിക്ക ഒരു ചെറിയ കഷ്ണം, ഇത്രയുമാണ് പൊടിച്ച് ചേർക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ട് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചെത്തി വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിക്കണം, അതായത് ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇടുക. ചുക്ക് കഷ്ണം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. പിന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. ഇതുപോലെ ഒരു ഇച്ചിരി ജ്യൂസായിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു പോകും. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്ക് പെട്ടെന്ന് തണുത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊന്നും വെച്ചാലും നല്ലതാണ്. ഓവർനൈറ്റ് വയ്ക്കാം. എത്രയും ദിവസം കൂടുതൽ വയ്ക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചു. ഇനി നമുക്കതിനകത്തേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം.
കശുവണ്ടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ബദാമോ മറ്റുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. കശുവണ്ടി ഞാനൊന്ന് വറുത്ത് വെച്ചതാണ്. കേക്ക് കൂടുതൽ ദിവസം സൂക്ഷിക്കുമ്പോൾ വറുക്കാത്ത നട്ട്സ് ആണെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് ട്രേ തയ്യാറാക്കി വെക്കണം. 5 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ആണ്. ഇതിനുള്ളിൽ ഞാനൊരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തടവുകയായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ വടിച്ചെടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് സോൾട്ടും കൂടി ഇടുക. 1/2 ടീസ്പൂൺ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ചത്. നേരത്തെ നമ്മൾ അതിലിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ 1/2 ടീസ്പൂൺ ഇടുന്നത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇടണം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഈ പൊടിയിൽ നിന്ന് കുറച്ച് മൈദ എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ എല്ലായിടത്തും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരേപോലെ സ്പ്രെഡ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടർ 85 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പും എടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ബീറ്റർ വെച്ച് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലിട്ട് ഇതേ പ്രോസസ്സ് ചെയ്താലും മതി. ഒരു 2 മിനിറ്റൊക്കെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയും ബട്ടറും എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗറിന് കുറച്ച് മധുരം കുറവായിരിക്കും. ഞാനിവിടെ 1/4 കപ്പ് നോർമൽ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കണം. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർ നോർമൽ ഷുഗർ എടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ഇടുവാണെങ്കിൽ നല്ലൊരു ഡാർക്ക് കളർ കേക്കിന് കിട്ടും. പഞ്ചസാര ഇടുമ്പോൾ അത് നമ്മൾ ഏതാണെങ്കിലും പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പൊടിച്ച പഞ്ചസാരയാണ് 1/4 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ അതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മുട്ട 1 ഇടുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ 2ാമത്തേത് ഇടുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് അതുകൂടി കൂട്ടി ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. 4 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഫ്ലഫി ആക്കി എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാലേ ഉള്ളൂ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി കട്ട കെട്ടും. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. വിസ്ക് ഉള്ളവർ വിസ്ക് വെച്ച് ചെയ്താൽ മതി, അല്ലാത്തവർ നോർമൽ സ്പൂൺ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. ഒരു പരന്ന സ്പൂൺ എടുത്താൽ മതി. കട്ട കെട്ടാതെ സോഫ്റ്റായിട്ട് ഒരുപാടിട്ട് ഇളക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ കേക്ക് അധികം സോഫ്റ്റായി കിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതും നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് എല്ലായിടത്തും ഒന്നാകുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്. ബാറ്റർ ഒരുപാട് തിക്കായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂട് പാലൊഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇപ്പോൾ ഇതുപോലെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് കോരിയിട്ട് കൊടുക്കുക. ആ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലെവലായി കിട്ടുകയും ചെയ്യും. കേക്ക് ട്രേയിൽ പകുതി ഭാഗം മാത്രം ബാറ്റർ നിറയ്ക്കുക. എന്നിട്ട് മുകളിൽ നമ്മൾ കശുവണ്ടിയോ കിസ്മിസോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക.
ഒരു കുക്കറിലാണ് ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ടിരിക്കുന്ന കുക്കറാണ്. അതിൻ്റെ അടിയിൽ ഒരു പാത്രവും കൂടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് ട്രേ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ദോശക്കല്ലുകൊണ്ടാണ് മൂടുന്നത്. കുക്കറിൻ്റെ അടപ്പ് തന്നെ വെച്ച് നമുക്ക് മൂടാം. അത് വെച്ച് മൂടുവാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇടാതെ വേണം മൂടാനായിട്ട്. ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടാലും മതി. അതിനുശേഷം ഒരു 45 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കുക. കയ്യിലൊന്നും പിടിക്കുന്നില്ല എങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വീണ്ടും വയ്ക്കുക. എനിക്കിപ്പോൾ 1 മണിക്കൂർ ഇതെടുത്തപ്പോഴാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം. മീഡിയം രീതിയിലൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആൽക്കഹോൾ കണ്ടൻറ്റുള്ള റമ്മോ വൈനോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റും കിട്ടും. ട്രേയിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഫീഡ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ കേക്കിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ കേക്ക് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്തോളും. റമ്മോ ബ്രാൻഡിയോ വൈനോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ സൈഡും അടിയിലും മുകളിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുകളിലൊന്ന് കുത്തി കൊടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു 2-3 ദിവസം ബ്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ കേക്ക് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. എല്ലാ കേക്കും നമ്മൾ അതുപോലെ ചെയ്യുകയാണ് നല്ലത്. 1-2 ആഴ്ചയൊക്കെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ 2-3 പ്രാവശ്യം ആൽക്കഹോൾ കണ്ടൻറ്റുള്ള എന്തെങ്കിലും വെച്ചൊന്ന് ഫീഡ് ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു ജാറിൽ അടച്ച് വയ്ക്കുവോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫില്ലിങ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ഭദ്രമായിട്ട് പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വയ്ക്കണ്ട. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് എൻ്റെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു കഷ്ണം കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നട്ട്സും ഫ്രൂട്ട്സും എല്ലാം എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്